നമസ്കാരം. ലോകത്തെ നയിക്കേണ്ട ഒരു നേതാവിന്റെ വാക്കുകൾ അത് സമാധാനത്തിന്റെ ഭാഷയായിരിക്കണം. പക്ഷേ ഇന്ന് ലോകം കേൾക്കുന്നത് എന്താണ്? ഓരോ വൈദ്യുതി നിലയവും തകർക്കും, പാലങ്ങളും ഇല്ലാതാക്കും, ആണവ നിലയങ്ങൾ തകർക്കും എന്നൊരു ഭീഷണി. അതൊരു സൈനിക പ്രസ്താവനയല്ല, അത് മനുഷ്യരാശിയോട് മുഴങ്ങുന്ന ഒരു മുന്നറിയിപ്പാണ്. ഇസ്ലാമാബാദിലേക്ക് ചർച്ചകൾക്കായി പ്രതിനിധികളെ അയക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന അതേ നിമിഷം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ഞെട്ടിക്കുന്ന രീതിയിൽ ഇറാനെതിരെ കടുത്ത സൈനികാക്രമണ ഭീഷണി ഉയർത്തുകയാണ്. ചർച്ചയും ബോംബും ഒരേ വാചകത്തിൽ ചേർന്ന് നിൽക്കുന്ന ഈ രാഷ്ട്രീയ ശൈലി ഇത് നയതന്ത്രമോ അല്ലെങ്കിൽ ഭീഷണിയിലൂടെ കീഴടക്കാനുള്ള ശ്രമമോ? ഇറാനുമായുള്ള അടുത്ത ഘട്ട ചർച്ചയ്ക്കായി ഇന്ന് US പ്രതിനിധികൾ പാകിസ്ഥാനിൽ എത്തുമെന്ന് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇറാൻ ഇത് അവസാന അവസരമാണെന്നും കരാറിൽ എത്തിയില്ല എങ്കിൽ ആക്രമിക്കുമെന്നും ട്രംപ് ഭീഷണിയും മുഴക്കി. ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെ തകർക്കുമെന്നാണ് ഭീഷണി. ഇനി നല്ല പിള്ള ചമയാനില്ല എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കിയത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇറാൻ ആണെന്നും ട്രംപ് ആരോപിച്ചു. അതേസമയം പാകിസ്ഥാനിലെ ചർച്ച സംബന്ധിച്ച് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹോർമുസ് കടലിടുക്കിൽ ഇന്നലെ ഇറാൻ വെടിയുതിർത്തതിനെയും ട്രംപ് വിമർശിച്ചു. വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനമാണിത്. ഒരു ഫ്രഞ്ച് കപ്പലിനെയും UK-യിൽ നിന്നുള്ള ഒരു ചരക്കു കപ്പലിനെയും ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്നും ട്രംപ് ആരോപിച്ചു. തന്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് പോവുകയാണ്. ചർച്ചകൾക്കായി അവർ അവിടെ ഉണ്ടാകും. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുകയാണെന്ന് ഇറാൻ അടുത്തിടെ പ്രഖ്യാപിച്ചത് വിചിത്രമാണ്. കാരണം US ഇതിനകം തന്നെ അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഹോർമുസ് അടച്ചതിലൂടെ ഒരു ദിവസം $500 മില്യൺ നഷ്ടം വരുന്നത് ഇറാന് തന്നെയാണെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നും ട്രംപ് പറഞ്ഞു വെച്ചു. നിരവധി കപ്പലുകൾ ഇപ്പോൾ ടെക്സസ്, ലൂസിയാന, അലാസ്ക എന്നിവിടങ്ങളിലേക്ക് വരുന്നുണ്ട്. കരാറിലെത്തിയില്ല എങ്കിൽ ഇറാനിലെ എല്ലാ ഊർജ്ജ നിലയങ്ങളും എല്ലാ പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. സമ്പുഷ്ടീകരിച്ച യുറേനിയം US-ന് കൈമാറില്ല എന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയും ആവർത്തിച്ചു. ഹോർമൂസിൽ ഇറാന്റെ കപ്പലുകൾക്കുള്ള നാവിക ഉപരോധം അമേരിക്ക തുടർന്നതോടെയാണ് തുറന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം വീണ്ടും സായുധസേന പൂർണ്ണമായും ഏറ്റെടുത്തതായും മേഖലയിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ ശത്രുപക്ഷത്തുള്ളവരായി കണക്കാക്കി ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാർത്തകൾ വ്യക്തമാക്കുന്നത് എന്താണെന്ന് നോക്കൂ. ഇറാനുമായി കരാർ ഉണ്ടാകാത്ത പക്ഷം അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് ട്രംപ് തുറന്നു പറഞ്ഞു. വൈദ്യുത നിലയങ്ങൾ, പാലങ്ങൾ ഇവയെല്ലാം ഒരു രാജ്യത്തിന്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, അവ സാധാരണ ജനങ്ങളുടെ ദിനചര്യയുടെ അടിത്തറയാണ്. അതിനെ തകർക്കുമെന്ന പ്രഖ്യാപനം യുദ്ധം സൈന്യത്തിനിടയിൽ മാത്രം ഒതുങ്ങാതെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് നേരിട്ട് കൊണ്ടുവരാനുള്ള സൂചനയാണ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാദ്യമായല്ല. ഇതിനു മുമ്പും ട്രംപ് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ശക്തമായി തകർക്കുമെന്ന് പറഞ്ഞിരുന്നു. സ്റ്റോൺ ഏജിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന് വരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഷയാണോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഭാഷയാണോ? ലോകം ഇന്നൊരു അതീവ അപകടകരമായ സാഹചര്യത്തിലാണ്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം, ആഗോള എണ്ണ വിപണിയുടെ തകർച്ച, ആയിരക്കണക്കിന് മരണങ്ങൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും സമാധാനം ഉറപ്പാക്കേണ്ട നേതാക്കൾ തന്നെ തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പെരുമാറുകയാണ്. ഇവിടെ ചോദ്യം ഒരു രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചല്ല, ചോദ്യം നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ്. യുദ്ധം തുടങ്ങുന്നത് എളുപ്പമാണ്, പക്ഷെ അതിന്റെ അവസാനം എവിടെയാണെന്ന് ആർക്കും പറയാനാവില്ല. ഓരോ ബോംബും വീഴുമ്പോൾ തകർന്നു പോകുന്നത് കെട്ടിടങ്ങൾ മാത്രമല്ല, മനുഷ്യജീവിതങ്ങളും ഭാവിയും തന്നെയാണ്. ഇസ്ലാമാബാദ് ചർച്ചകൾ വീണ്ടും ആരംഭിക്കുമെന്ന് പറയുമ്പോഴും അതേസമയം എല്ലാം തകർക്കുമെന്ന ഭീഷണി ഉയർത്തുന്നത് സമാധാനത്തിന്റെ വഴിയിലേക്കുള്ള ആത്മാർത്ഥതയെ തന്നെ സംശയപ്പെടുന്നു. ചർച്ചകൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അതിനു മുൻപേ യുദ്ധത്തിന്റെ അന്തിമ രൂപം പ്രഖ്യാപിക്കുന്നു. ലോകം വീണ്ടും ഒരു നിർണായക ചോദ്യത്തിന് മുന്നിലാണ്. ശക്തിയുടെ പേരിൽ എല്ലാം നശിപ്പിക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി ശബ്ദമുയർത്തണം? ഇന്ന് ട്രംപിന്റെ വാക്കുകൾ ഒരു രാജ്യത്തേക്കുള്ള ഭീഷണിയല്ല, അത് മുഴുവൻ ലോകത്തിനുമുള്ള ഒരു മുന്നറിയിപ്പാണ്. നേതാക്കളുടെ തീരുമാനങ്ങൾ ചരിത്രം എഴുതും, പക്ഷെ ആ ചരിത്രം മനുഷ്യരാശിയുടെ നിലനിൽപ്പിനായിരിക്കുമോ അല്ലെങ്കിൽ നാശത്തിന്റെ രേഖകളായിരിക്കുമോ എന്നത് ഇപ്പോഴും നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ ചോദ്യമാണ്.